പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. കണ്കളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നത്തെ ഈ പ്രഭാത കാലം കാണുവാനും അതിനുശേഷം കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ഭവനത്തിന്റെ ഈ മുറ്റത്ത് കടന്നു വന്ന് കർത്താവെ പ്രാർത്ഥനയോടായിരിക്കാൻ അങ്ങ് സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, ജോമോനെയും കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രിയ മക്കളുടെ ആവശ്യങ്ങളിലൊക്കെ അങ്ങ് കൂടുണ്ടായിരുന്നതിനായി സ്തോത്രം. ഇന്ന് അങ്ങയുടെ പ്രിയ മക്കളുടെ പ്രാർത്ഥന അനുസരിച്ച് കർത്താവെ, അവരുടെ അപേക്ഷകൾ യാചനകളൊക്കെ സ്വർഗത്തിലെ തമ്പുരാൻ കണ്ട് അവർക്കൊരു മനോഹരമായിട്ടുള്ള ഒരു ഭവനം നൽകിയിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഈ സമയത്ത് ഞങ്ങൾ ഏക മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് ഈ ചുറ്റുപാടൊക്കെ നിറയ്ക്കുമാറാകണമേ. തുടർന്നുള്ള ശുശ്രൂഷകളിലൊക്കെ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്താൽ നയിക്കുവാൻ സഹായിക്കണമേ. നേതൃത്വം നൽകുന്ന അങ്ങയുടെ ശ്രേഷ്ഠദാസന്മാർക്കായി സ്തോത്രം. കർത്താവെ, കൂടി വരുന്ന ജനങ്ങളെ അനുഗ്രഹിക്കണമേ. അല്പനേരം ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നിറഞ്ഞവരായി കടന്നു പോകാൻ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനമുള്ള ജെയിംസ് ഡേവിഡ് അച്ഛന്, ടിബിൻ അച്ഛന്, സാം ജോസഫ് സാറ്. അപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. നമുക്ക് ചേർന്ന് നിന്റെ ഗീതം പോലെ എന്നെ നടത്തണമേ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം മനുഷ്യ കുടുംബങ്ങളായി വസിക്കുമാറാക്കുന്ന നിത്യദൈവമേ, ഈ വീടിന്റെ പണി പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും നഷ്ടപ്പെട്ടുമായി ഞങ്ങൾ നിങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതിൽ നിർമ്മാണ പ്രവർത്തനത്തിൽ സഹായിക്കുകയും ചെയ്ത എല്ലാവർക്കുമായി ഞങ്ങൾ നന്ദി കരയിക്കുന്നു. ഇപ്പോൾ ഈ ഭവനത്തിലെ പുരുഷാശുശ്രൂഷയ്ക്കായി കൂടി വന്നിരിക്കുന്ന ഞങ്ങൾ മധ്യത്തിൽ
സന്നിധിയായിരിക്കുന്ന കർത്താവേ, നീ ഈ വീടിനെ ശുദ്ധീകരിക്കുകയും ഈ വീടിന്റെ നാഥനായി എന്നും വിവസിക്കുകയും ചെയ്യണമെന്ന് നസ്രത്തിലെ ഭക്തനായിരുന്ന യേശു മശീഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവനാമത്തിനായി ഈ വെള്ളം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കുറിച്ച് വരവിക്കുന്നു. ആമേൻ. ഈ ഭവനത്തിലും ഇതിൽ പാർക്കുന്നവർക്കും പ്രവേശിക്കുന്നവർക്കും എന്നേക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവനാമോത്വത്തിനും ദൈവകൃതിവാസത്തിനുമായി ഈ ഭവനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രതിഷ്ഠിച്ച് വർദ്ധിക്കുന്നു. സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തരേ, പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സകല പ്രവർത്തികളും ഞങ്ങൾ നിന്നിൽ ആരംഭിച്ച് നടത്തി അവസാനിപ്പിച്ച് ഞങ്ങൾ നിന്റെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ഒടുക്കം നിന്റെ ലഭിക്കുവാനും ഞങ്ങൾ ചെയ്തതൊക്കെ നിന്റെ മഹാൻ കൃപ കൊണ്ട് ഞങ്ങളെ മുമ്പിലെയും വിടാതെ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മശീഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സങ്കേതവും വരുമാകുന്ന കർത്താവേ, ഞങ്ങളുടെ ദൈനംദിന കർത്തവ്യങ്ങൾ നീ ഞങ്ങളോട് കൂടിയിരിക്കണമേ. ഈ കുടുംബത്തിന്റെ നാഥനും ഈ ഭവത്തിന്റെ രക്ഷകനുമായി നീ അംഗീകരിക്കുവാൻ ഈ വീട്ടിൽ പാർക്കുന്ന മക്കൾക്ക് നിരന്തരമായ സൗകര്യവും വിശ്വസ്തയും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മശീഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇപ്പോൾ സങ്കീർത്തനം നമുക്ക് വായിച്ചു കേൾക്കാം. ഇന്നത്തെ എല്ലാ സങ്കീർത്തനം 91-ാം സങ്കീർത്തനം. അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നെല്ലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു.
അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചെറിയ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം നൽകുകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ കറങ്ങുന്ന നഷ്ടത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരെങ്കിലും എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചോളും. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മരിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം അരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടിയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മുഖത്തുപെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം ഉണ്ടാകട്ടെ. ഇന്നത്തേക്കിനുള്ള ലേഖനഭാഗം ഫിലിപ്പിയർ 4:4-9 കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സമയത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാനെടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക എത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. വിശുദ്ധ സുവിശേഷം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 30 മുതൽ 10 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പിൻ. അവൻ യെരിഹോവിലേക്ക് കടന്നു പോകുമ്പോൾ ചുങ്കക്കാരൻ പ്രമാണിയും ധനവാനുമായ സഖായി എന്ന പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകുകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാൽ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സഖായിയെ വേഗം ഇറങ്ങുക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞു വെറുപെറുത്തു. സഖായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുതയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. വലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തെറ്റിദ്ധരിപ്പാണല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ഇവിടെ സുശേഷം വായിച്ച് അവസാനിക്കുന്നു. ക്രിസ്തുവേ നമുക്ക് ചേർന്ന് അപ്പോസ്തല വിശ്വാസ പ്രമാണം ചേർന്ന് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ വിശ്വസിക്കുന്നു. അവൻ ഏകപുത്രനായ കർത്താവായ യേശുവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവായി കനികപ്പെട്ട് ജനിച്ച് കഷ്ടപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചവരിലേക്ക് കയറി വരികയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ദൈവമേ, എല്ലാം നല്ലതാനും തികഞ്ഞവരൊക്കെയും നിങ്ങൾ നിന്നല്ലോ വരുന്നത്. നിന്റെ മഹത്വത്തിലും നിന്റെ മക്കളുടെ അധിവാസത്തിനുമായി ഈ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കുന്നതിന് നിങ്ങൾ നിന്ന് ലഭിച്ച എല്ലാ നടത്തിപ്പുകൾക്കും നന്മകൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളുടെ അധ്വാനത്തെ കൈക്കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയും നിരൂപിക്കുകയും ചെയ്യുന്നതിലപ്പുറമായി ഈ ഭവനത്തെയും ഇതിൽ പാർക്കുന്നവരെയും അനുഗ്രഹിച്ച് നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ ഏറ്റവും വിനയമായി അപേക്ഷിക്കുന്നു. ഇപ്പോൾ ഈ സ്വീകരണ മുറിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
അവിടെ ഇച്ചിരി ഒന്ന് ഒതുങ്ങി അവിടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് ശുഭവും മനോഹരവുമാകുന്നുവല്ലോ. ഈ സ്വീകരണ മുറിയിൽ വെച്ചുള്ള എല്ലാ സംഭാഷണങ്ങളും ഇടപാടുകളും നിനക്ക് മഹത്വം വരുത്തുന്നവയും പ്രസാദകരവുമായിരിക്കേണ്ടതിന് അതിഥികളെയും ആതിഥേയരെയും തിരുസാന്നിധ്യത്താൽ ശക്തീകരിക്കണമേ. അന്യോന്യമുള്ള വിശ്വസ്തതയിൽ നിലനിൽക്കുവാനും സ്നേഹബന്ധത്തിൽ വളരുവാനും കൂട്ടായ്മയിൽ ബലപ്പെടുവാനും പരസ്പരം അഭിവൃദ്ധിപ്പെടുത്തുവാനും നിന്റെ ദാസരെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നാം പ്രാർത്ഥിച്ച് ഈ സ്വീകരണ മുറി പ്രതിഷ്ഠിക്കപ്പെടുത്തുന്നു. പാട്ടുപാടി ഇനി ഓരോ മുറിയിലേക്ക് പ്രവേശിക്കാം. പിന്നെ സമാധാനത്തോട് വിശ്രമിച്ച് പുതുശക്തിയും ശൈലിയും പ്രാപിക്കുവാൻ സഹായിക്കണമേ. അവർ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലായ്പ്പോഴും തിരുസന്നിധിയിൽ കോട്ടയായിരിക്കണമെന്ന് യേശുമശിഹാമലും ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കിടക്കമുറി കുറിച്ച് വേർതിരിക്കുന്നു. ജീവന്റെയും ആരോഗ്യത്തിന്റെയും ദാതാവായ ദൈവമേ, നിന്നെ ശ്രമിക്കുവാനും നിന്നെ പുതുശക്തി പ്രാപിക്കുവാനും നിന്റെ മക്കളുടെ നിർവിലാസമായ ആശ്രയം നൽകണമേ. തങ്ങളുടെ കിടക്കയിൽ നിന്നെ ധ്യാനിച്ച് സ്വാതന്ത്ര്യവും സമാധാനവും അനുഭവിക്കുവാൻ നിന്നിൽ അവന്റെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കണമേ. രാത്രിയിൽ തങ്ങൾ ഉറങ്ങുന്ന ബോധം നിന്റെ മക്കൾക്ക് നൽകണമേ. പുതിയ പ്രഭാതത്തിൽ നീതി സൂര്യന്റെ ശോഭ കണ്ടുകൊണ്ട് ഉണർന്നേറ്റ് നിന്നെ സ്തുതിക്കുവാൻ കൃപ നൽകണമെന്ന് യേശുമിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കിടക്കുമുറി പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കപ്പെടുന്നു.
നിത്യവും ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന പരിപാലകനായ ദൈവമേ, നിന്റെ മക്കൾ ഇവിടെ വിശ്രമിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒരു ദോഷവും തട്ടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമേ. തന്നിൽ ആശ്രയിക്കുന്നവരെ നിർഭയം വസിക്കുമാറാക്കുന്ന ദൈവമേ, ഇവിടെ വിശ്രമിക്കുന്നവർ മനസ്സമാധാനത്തോടെ കിടന്നുകൊള്ളണമെന്ന് യേശുമിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കിടക്കമുറി പ്രതിഷ്ഠിക്കപ്പെടുത്തുന്നു. സഹായിക്കണമേ. ഓരോ ദിവസവും വിശ്രമവും സമാധാനം അനുഭവിക്കുന്ന സ്ഥലമായി ഈ മുറിയെ അനുഗ്രഹിക്കണമെന്ന് യേശുമിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കിടക്കമുറിയെ കുറിച്ച് വർദ്ധിക്കുന്നു. പ്രയാസങ്ങൾ വിടുതലും ഹൃദയത്തിൽ സമാധാനവും നൽകുന്നതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ കിടക്കമേഖലയെ ധ്യാനിച്ച് മൗനമായിരിക്കാനും സമാധാനത്തോടെ ശ്രമിച്ച് ബുദ്ധിശക്തിയും ചൈതന്യവും പ്രാപിക്കുവാനും നിന്റെ മക്കളെ സഹായിക്കണമേ. അവർ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലായ്പ്പോഴും തിരുസാന്നിധ്യം അവർക്ക് കോട്ടയായിരിക്കണമെന്ന് യേശുമിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കിടക്കമുറി പ്രതിഷ്ഠിക്കപ്പെടുന്നു. അതിഥികളെയും അതിഥികളെയും ശക്തീകരിക്കാനായി അന്യോന്യമുള്ള വിശ്വസം നിലനിർത്തുവാനും സ്നേഹബന്ധത്തിൽ വരുവാനും കൂട്ടായ്മ ഏർപ്പെടുവാനും പരസ്പരം അബദ്ധപ്പെടുത്തുവാനും യഥാസയെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് അവയോട് കേൾക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ സ്വീകരണമുറയെ പരിരക്ഷിക്കപ്പെട്ടു. ദൈവത്തിന്റെ കരവിലായ ഈ പ്രപഞ്ചത്തെ കാണുവാൻ, അതിന്റെ നന്മ, അതിന്റെ മനോഹാരിത ആസ്വദിക്കുവാനും ദർശിക്കുവാനും, ദൈവം ഈ പ്രപഞ്ചത്തിലൂടെ ചെയ്യുന്ന നന്മകളെ കണ്ട് ആനന്ദിച്ച് ഇവിടെ നിന്നുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാനും നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണം. സകലവിധ അപകടങ്ങളിൽ നിന്ന് കാത്തുപരിപാലിക്കണം. കുഞ്ഞുങ്ങളെയും നീ അവർക്ക് നൽകുന്ന എല്ലാ നന്മകൾക്കും നന്ദിയുള്ളവരായിരിക്കുവാൻ നിങ്ങൾ മനസ്സിലാക്കി സഹായിക്കുവാൻ അവർക്ക് ആഗ്രഹവും സന്തോഷ മനസ്സും നൽകണമെന്ന് യേശുമിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും
പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ഡൈനിങ് റൂം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. ഈ ശരീരമായ ആഹാരം പാചകം ചെയ്യുന്നതിന് വേണ്ടി അധ്വാനിക്കുന്നതിനെ ശക്തീകരിക്കണമേ. ഭക്ഷണമക്കളുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുകയും മനുഷ്യസന്തോഷിപ്പിക്കുകയും ചെയ്യുവാൻ നിങ്ങളുടെ ആശയത്തോടും ഉത്സാഹത്തോടുകൂടി ജോലിശാലം പ്രവർത്തിക്കേണ്ടതിന് അവർക്ക് കൃപ നൽകണമേ. എല്ലാവിധമായ അപകടങ്ങളൊന്നും ഇവിടെ അധ്വാനിക്കുന്നവരെ കാത്തു പരിപാലിക്കുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് യേശു മശീഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ അടുക്കള മുറിയെ കുറിച്ച് വേർതിരിക്കുന്നു. അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു. അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു. എന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നാവ്. എന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നാവ്. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കായി മന്ദിരത്തിൽ വന്നതോ. നീ ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റു. നീ ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റു. നീയല്ലോ ഞങ്ങൾക്കുള്ള
സർവ്വനന്മകളുടെയും ഉറവിടമായിരിക്കുന്ന നല്ല കർത്താവെ, ഈ ഭവനം പ്രതിഷ്ഠിച്ച് വന്നിരിക്കുവാൻ തക്കവണ്ണം കർത്താവ് മുഖാന്തരിക്കും. കർത്താവെ, അടുക്കളയിൽ വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ പാരക്കാച്ചുവാൻ തക്കവണ്ണം കർത്താവ് നൽകിയല്ലോ. സമൃദ്ധിയുടെ പ്രതീകമായിട്ട് എന്നും അടുപ്പിൽ തീ പുകയുവാനും എന്നും ഭക്ഷണം ലഭ്യമായി ചെയ്യുവാനും സ്വർഗമേ മുഖാന്തരിക്കണമേ. ഇത് ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും കവിയോടെ കാഴ്ചയ്ക്കുന്ന കർത്താവെ, വഴിയുള്ളവർക്കും ഇവിടെ വന്നിരുന്നവർക്കും നല്ല ആതിഥേയരായി തീരുമാനം മക്കളെ ഒരുക്കണം. അവർക്കായി ഭീകരമായ ഭക്ഷണം പാകം മക്കളെ ഒരുക്കുമാറാകണം. എല്ലാവരെയും കർത്താവിനോട് കടാക്ഷിച്ച് എല്ലാ കവിയും നമ്മയും പോരാട്ടത്തിന് സഹകരണം അപേക്ഷിക്കുന്നു. യോമിന് വേണ്ടിയും ഇവിടെ നഴ്സിക്ക് വേണ്ടിയും ഇവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് എല്ലാവരെയും ഇവിടെ കടാക്ഷിച്ച് ആവശ്യം എല്ലാം തന്നെ ക്രമീകരിച്ച് മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ ഉള്ള ശുശ്രൂഷ അവസാനിക്കുകയാണ്. നമ്മൾ ഇനി മെയിൻ റൂമിലോട്ട് ചെന്ന് സിറ്റിംഗ് റൂമിലോട്ട് എല്ലാവർക്കും നീങ്ങാവുന്നതാണ്. എല്ലാവർക്കും നീങ്ങാം. ബാക്കിയുള്ളവർ 2-3 പേർ മാത്രം നിൽക്കാം. ബാക്കി എല്ലാവർക്കും സഹായിച്ച കൃപകൾക്കായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ചും പ്രിയ ജോമനും കുടുംബത്തിനും ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഭവനം പണിയുവാനായിട്ട് ദൈവം നൽകിയ മുഖാന്തരങ്ങൾക്കായി മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. നേതൃത്വം നൽകിയ സ്നേഹമുള്ള അച്ഛന്, ടിബിൻ അച്ഛന്, സാം ജോസഫ് സാറിന്റെ ഒക്കെ ഇവിടെ ആയിരിക്കുന്നത് നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാകുന്നു. അല്പനേരം ഇവിടെ ശ്രദ്ധിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. അല്പനേരം ശുശ്രൂഷ അവസാനിക്കുകയാണ്. അല്പനേരം ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് ഉള്ള നിമിഷങ്ങളാണ്. ഈ പ്രിയ കുടുംബവുമായിട്ട് ചേർന്ന് നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോഴും ദൈവം എത്രമാത്രം കഴിഞ്ഞ കാലം നടത്തിയെന്ന് നിങ്ങൾക്ക് നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ സാക്ഷികളാകുന്നു. അപ്പോൾ ഈ സമയത്ത് ദീർഘമായ ഒരു പ്രസംഗം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നമ്മുടെ ശുശ്രൂഷക്രമം ഒന്ന് ശ്രദ്ധിക്കുമ്പോഴും അതിൽ പറയുന്ന ചില കാര്യങ്ങൾ മാത്രം ഒരു പ്രാവശ്യം ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഭവനം അത് ഭവനമാകുന്ന മുമ്പ് ഒരു പക്ഷേ ഇവിടെ ഒരു ഭൂമി മാത്രമുള്ളായിരുന്നു. ഇവിടെ യാതൊന്നുമില്ലായിരുന്നു. കല്ല്, മണ്ണ് അല്ലെങ്കിൽ ചില അങ്ങനത്തെ ഒരു നിർജ്ജനമായ ഒരു സ്ഥലത്ത് ഈ മനോഹരമായിട്ടുള്ള ഒരു വീട് പണിയുവാൻ ദൈവം സഹായിച്ചതിന് പിന്നിൽ നമ്മൾ ചിന്തിക്കുമ്പോഴും ഒരു വീടായിട്ട് പണിയുവാനായിട്ട് ചില മാസങ്ങളുടെ ചില വർഷങ്ങളുടെ പ്രാർത്ഥനയും അതിന്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങൾ മൂലമാണ് ഇന്നൊരു വീട് ഇവിടെ പണിയാൻ സാധിച്ചത്. എന്നാൽ പ്രാർത്ഥിച്ച് പ്രതീക്ഷിച്ചതിന് ശേഷം ഇവിടെ പ്രിയ മക്കൾ ഇവിടെ അവരുടെ ജീവിതം ഇവിടെ തുടരുമ്പോൾ ഈ വീട് ഒരു ഭവനമായി മാറുകയാണ്. ഇംഗ്ലീഷില് ഒരു ചൊല്ലുണ്ട്, ക്രൈസ്റ്റ് ഇസ് ദ ഹെഡ് ഓഫ് ദിസ് ഹൗസ്, ദ അൺസീൻ ഗസ്റ്റ് അറ്റ് എവറി മീൽ, ദ സൈലന്റ് ലിസണർ അറ്റ് എവറി കോൺവെർസേഷൻ. ക്രിസ്തു ഈ ഭവനത്തിന്റെ നാഥനാകുന്നു. എല്ലാ ഭക്ഷണം കഴിക്കുമ്പോൾ അതിഥിയായിരിക്കുന്ന, കാണുവാനായിട്ട് സാധിക്കാത്ത അതിഥിയാകുന്നു. നമ്മുടെ എല്ലാ സംഭാഷണങ്ങളും അവൻ മൗനമായി ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു ചിന്ത എന്ന് പറയുമ്പോൾ ഈ ഭവനത്തിന്റെ നാഥൻ ആര് എന്ന് ചോദിച്ചാൽ ക്രിസ്തു ആകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് കർത്താവ് ലാസറിന്റെയും മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ ചെന്നപ്പോൾ അവിടെ വളരെയേറെ തിരക്കേറിയ നിമിഷങ്ങളായിരുന്നു. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുകയാണ് ഇതുപോലെയൊക്കെ ആയിരുന്നു. തിരക്കായിരുന്നു, ജനങ്ങളൊക്കെ വരികയും സന്തോഷമൊക്കെ പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്ന നിമിഷങ്ങളാണ്. എന്നാൽ അവിടുത്തെ വീട്ടുകാരി എന്ന് പറയാൻ പറ്റുന്ന മറിയ അവിടെ ഈ നേതൃത്വം നൽകുവാൻ അല്ലെങ്കിൽ ശുശ്രൂഷയൊന്നും അവിടെ വരാതെ കർത്താവിന്റെ കാൽ കീഴിൽ നിന്നുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് കർത്താവിന്റെ ഓരോ വാക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവിടെ സംഭവിച്ചത് എന്താണ്? മാർത്ത വന്ന് കർത്താവിനോട് കംപ്ലൈന്റ് പറയുന്നു. ഈ മറിയ സ്വന്തം സഹോദരിയാണ്. ഈ മറിയ ഇവിടെ യാതൊന്നും ചെയ്യുന്നില്ല, എന്നെ സഹായിക്കുവാനായിട്ട് ഇവിടെ ഒന്ന് പറഞ്ഞു വിടണം എന്ന് പറഞ്ഞ് കർത്താവിന്റെ അടുക്കലേക്ക് കംപ്ലൈന്റ് കൊണ്ട് ചെല്ലുന്ന ഭാഗം ലൂക്കോസ് സുവിശേഷത്തില് നമ്മൾ വായിച്ച് കാണുന്നുവല്ലോ. എന്നാൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ലൂക്കോസ് സുവിശേഷത്തില് 10-ാമത്തെ അധ്യായത്തില് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു, മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയില്ല. നമ്മളിപ്പോൾ ചിന്തിച്ചാല് ഒരുപക്ഷെ അന്ന് വന്ന ഗസ്റ്റുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമായിരുന്നു. പല കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനായിട്ട് ഉണ്ടായിരുന്നു. മാർത്ത അതിനെല്ലാം പിന്നാലെ പോയി വളരെയധികം തിരക്കേറി വളരെ ടെൻഷനോടെ നിൽക്കുന്ന നിമിഷങ്ങൾ. എന്നാൽ കർത്താവ് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്?
അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ലായിരുന്നോ എന്നാണോ കർത്താവ് പറഞ്ഞത്? അതായത് കർത്താവിന്റെ അടുക്കൽ ഇരിക്കുന്ന മറിയ, അത് ഏറ്റവും നല്ല അംശം എന്ന് പറയുമ്പോൾ അത് പിന്നിലുള്ള ചിന്ത എന്താകുന്നു? ഒരുപക്ഷെ കർത്താവിന്റെ വയസ്സ് നോക്കിയാൽ 33.5 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ചു. ഏകദേശം ഞാനത് കണക്കൂട്ടി 33.5 ഇൻറ്റു 365 ഇൻറ്റു 3 പ്രാവശ്യം ഇത്രയും തവണ കർത്താവിന്റെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കർത്താവ് കഴിച്ച ഭക്ഷണം ആരെങ്കിലും ഉണ്ടാക്കിയതായിരിക്കാം. അതുകൊണ്ട് അതിന് പിന്നാലെ അധ്വാനമുണ്ട്, കഠിനാധ്വാനമുണ്ട്, അതൊരു ശുശ്രൂഷയാണ്. എന്നാൽ കർത്താവ് പറയുകയാണ് മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. ഇതിന് പിന്നിൽ ഉള്ള ചിന്ത എന്താകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് വ്യക്തമായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ ഒരു വാക്ക് അവിടെ പറയുന്നു. 27-ാമത്തെ വാക്യം, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുവിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നശിച്ചു പോകുന്നതിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കാതെ നിത്യമായിട്ടുള്ളതിന് വേണ്ടി, ആത്മീയമായിട്ടുള്ളതിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിപ്പിൻ. അതുകൊണ്ട് ദൈവം നൽകുന്ന നന്മകളും അനുഗ്രഹങ്ങളും അത് ചില ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ആണ് എങ്കിൽ പോലും അതിൽ കൂടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി, അനേകരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അത് ആയിത്തീരുമ്പോഴാണ് ദൈവനാമം അത് അവിടെ മഹത്വം അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് പ്രത്യേകിച്ചും ഞാനും സഭയെ ഒരുമിച്ച് സന്തോഷിക്കുന്നു. പ്രിയ ജോമോന്റെ ഭവനത്തിൽ കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ ഭവനത്തെ പ്രതിഷ്ഠിക്കുവാനായിട്ടും ദൈവം സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. പ്രത്യേകിച്ചും ജോമോനെ കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ ഒക്കെ ദൈവത്തിന്റെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. ഈ സമയം നമുക്ക് ഇത്രയും ദൈവത്തിന്റെ കൃപയായിരിക്കാൻ ദൈവം സഹായിച്ച എല്ലാ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്റെ വാക്കുകൾ ചൊല്ലുന്നു. പ്രാർത്ഥനകൾ തുടരുന്നു. എല്ലാവരും മൗനമായിരിക്കണമേ. പ്രാർത്ഥനകൾ വീണ്ടും തുടരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ എല്ലാവരെയും സുരക്ഷനായ ദൈവമേ, എല്ലാവരെയും നിന്റെ സൈന്യം മറിച്ചുകൊള്ളണമെന്ന് നിന്നോട് അപേക്ഷിക്കുന്നു. എല്ലാ പരിശോധനകളും വളർത്തുന്നതുവരെ കാത്തുകൊള്ളണമേ. സമർപ്പിക്കുന്നവരെ എല്ലാ ആവശ്യവും നിറവേറ്റി കൊടുക്കണമേ. ക്രിസ്തു സ്നേഹമാണ് നിങ്ങൾ താമസിക്കുകയും അവർ ചെയ്തെല്ലാം നേർമാക്കാൻ അവർ നയിക്കുകയും ചെയ്യണമേ. അവിടെ തന്നെ എല്ലാ വിലവും മൊത്തത്തിൽ ഈ വിമാനമായിരിക്കണമേ. ജനശീലമെന്നും സന്തോഷിക്കുമാറാകണമെന്നും രാജ്യത്തെ സർവീസുമാരുള്ളവരെ നമുക്ക് കാരാക്കണമെന്നും ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ടല്ലോ. നിന്നെ സ്നേഹിക്കുന്നവർക്കായി നിയോഗിക്കുന്ന ഭവനത്തിൽ ഞങ്ങൾ വരുവരെ നിന്റെ സേവയ്ക്കായി ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്തിൽ അന്യോന്യം സേവിക്കേണ്ടതിന് നിന്റെ സംരക്ഷണത്താൽ ഞങ്ങളുടെ വാസസ്ഥലങ്ങളെ വലയം ചെയ്തു കൊള്ളണമെന്ന് യേശു മിശിഹാമൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. മനുഷ്യരെ കുടുംബങ്ങളുമായി വസിക്കുമാറാക്കുന്ന ദൈവമേ, ഈ ഭവനത്തിൽ ഓരോ കാലത്ത് കൂട്ടായ്മയിൽ വസിക്കുവാനുള്ളവർക്ക് നിന്റെ കൃപ നൽകണമേ. സ്നേഹത്തിന്റെ ആത്മാവും ക്രിസ്തുവിന്റെ സമാധാനവും അവിടെ ഹൃദയങ്ങളിലും ഈ ഭവനത്തിലും വാഴുമാറാകണമേ. അവർ ചെയ്തൊക്കെയും നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സ്നേഹമുള്ള പിതാവേ, രാജ്യത്തുള്ള എല്ലാ കുടുംബങ്ങളുടെ മേലും നിന്റെ അനുഗ്രഹം പകരണമേ. കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹ നായകനായ എല്ലാ കുടുംബങ്ങളുടെയും ഭരിച്ച് നടത്തുമാറാകണമേ. കുഞ്ഞുങ്ങളുടെ പരിശീലനത്തിൽ എല്ലാ മാതാപിതാക്കളെയും ഉപദേഷ്ടാക്കളെയും കൃപയിൽ ശക്തീകരിക്കണമേ. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും ആത്മാവിനെ എല്ലാവരുടെ മേൽ പകരണമേ. നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനങ്ങളും ക്രമപ്പെടുത്തുവാൻ സഹായിക്കണമേ. കുടുംബങ്ങളുടെ ക്രിസ്തീയ സാക്ഷ്യം മൂലം നിന്റെ നാമം മഹത്വപ്പെടുവാനും നിന്റെ സഭയ്ക്ക് ആത്മീക അഭിവൃദ്ധി ഉണ്ടാകുവാനും നിന്റെ രാജ്യം വളരുവാനും കൃപ നൽകണമെന്ന് നസ്രയത്തിലെ ഭവനത്തിന് അനുഗ്രഹമായിരുന്ന യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവിന്റെ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പൂജിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള തരണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ
രാജ്യവും ശക്തിയും മഹത്വവും വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുകയും പ്രിയ സഹോദരങ്ങളെ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. തീയതിനെ ഉയർത്തുന്നതിനോട് പറ്റിക്കൊള്ളുകയും സഹോദരപ്രിയിൽ സ്നേഹം ബഹുമാനിക്കുന്നതിന് മുന്നിട്ട് പോവുകയും ആശയിൽ സന്തോഷിക്കുകയും കക്ഷതയിൽ ശ്രദ്ധ കാണിക്കുകയും വാക്തിവിട്ടിരിക്കുകയും ആത്മം തിന്മയ്ക്ക് പോലെ തിന്മ ചെയ്യാതെ സർവശോടും സമാധാനമായിരിക്കുകയും ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഏവരും പ്രാർത്ഥനപൂർവ്വം ഉണ്ടായിരുന്ന നിങ്ങളുടെ സാന്നിധ്യത്തിലും പ്രാർത്ഥനകൾക്കായി ഒടുവിൽ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. മാത്രമല്ല ജെയിംസ് ഡേവിഡ് അച്ഛൻ ഇപ്പോൾ നമ്മുടെ മധ്യത്തിലായിരിക്കും. വളരെ തിരക്കേറിയ നിമിഷങ്ങളാകുന്നു, സമയമാകുന്നു. എന്നാൽ പോലും കുടുംബത്തുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ അച്ഛന്റെ സാന്നിധ്യം ഏറ്റവും അനുഗ്രഹപ്രദമായിരുന്നു. വിപിൻ അച്ഛൻ ഈ ഭവനത്തിന്റെ കുടുംബാംഗമാണ്. അതുകൊണ്ട് അച്ഛന്റെ സാന്നിധ്യവും അനുഗ്രഹമായിരിക്കും. സാം ജോസഫ് സാറിന്റെ സാന്നിധ്യം സഭയുടെ നാമത്തിൽ കുടുംബാംഗങ്ങളുടെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ കൂടി വന്നിരിക്കുന്ന ഏവരോടും കുടുംബത്തിന്റെ നാമത്തിൽ ഒരു വാക്ക് ഇവിടെ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ കാലത്ത് സ്വപ്നമായിരുന്നു സ്ഥാപനം ദൈവകൃപയെ പൂർത്തീകരിക്കാൻ സാധിച്ചു. ഞങ്ങൾ ധരിക്കുന്നുണ്ട്. കുടുംബത്തോടും എല്ലാ ദൈവത്തിനെ കഴിവാണ്. സോ കടന്നു എല്ലാവരും നന്ദി സ്നേഹം എൻ്റെ കുടുംബമായുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ജെയിംസ് അച്ഛൻ ഇവിടെ ആയിരുന്ന കാലത്തിൽ ഞങ്ങളുടെ ഫാമിലിയുമായി വളരെ അടുത്ത് ബന്ധപ്പെടുന്നുണ്ട്. ആ സേവനം ഇപ്പോഴും നമ്മൾ തുടരുന്നു. പ്രത്യേകിച്ച് കടന്നുള്ള നന്ദി അറിയിക്കുന്നത്. അതുപോലെ സ്വീകരിച്ച് ഞങ്ങളുടെ ഫാമിലിയുമായി നടത്തിക്കൊണ്ടിരുന്നു. അച്ഛനോടും അവിടെ അച്ഛൻ അദ്ദേഹം ദൂരത്തിൽ നിന്ന് കടന്നു പോയിച്ചപ്പോൾ അച്ഛനോട് നന്ദി അറിയിക്കുന്നു. അതുപോലെ കാര്യങ്ങളിൽ സാറ് വൈഫിൻ്റെ സഭയാണ് കാര്യങ്ങൾ സാറിനോട് നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ എപ്പോഴാണെങ്കിലും നമ്മൾ പ്രത്യേകമാണ് ഞാനില്ല പുറത്തായിരുന്നു. അപ്പോൾ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി സ്നേഹം അറിയിക്കുന്നു. പിന്നെ ഈ വീട് പണി കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളെ സഹായിച്ച ജോയിച്ചുണ്ട്. അതുപോലെ ഇലക്ട്രീഷ്യനായിട്ടുള്ള അങ്ങള് ഷാജങ്ങൾ, അതുപോലെ ഡയലോഗെല്ലാം ചെയ്ത അളിയനാണ് അനീഷൻ അളിയൻ. പിന്നെ നമ്മുടെ എഞ്ചിനീയേഴ്സ്, നമ്മുടെ പള്ളിയിലെ കപ്പിയർ വന്നിട്ടുണ്ട്. എല്ലാവരോടുള്ള സ്നേഹവും നന്ദി സ്നേഹവും അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.